AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. റൈറ്റ് നൗ എന്റെ കൂടെ ഉണ്ട് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി. കൊടി പിടിച്ചിട്ടുള്ളത് എപ്പോൾ? സ്കൂൾ ടൈം, കോളേജ് ടൈം. ഒരുപാട് കൊടി പിടിച്ചിട്ടുണ്ടോ? ഒരുപാട്. എന്തിനൊക്കെ കൊടി പിടിച്ചിട്ടുണ്ട്? ഓഫ്കോഴ്സ് സ്ട്രൈക്കിന് സമയം കൊടി പിടിച്ചിട്ടുണ്ട്. പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കൊടി പിടിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാരണത്തിന് വേണ്ടി കൊടി പിടിച്ച കാരണങ്ങൾ പറയാമോ? മീൻസ് സ്കൂൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ ഫീസ് കൂട്ടിയ ആ സമയത്തുണ്ടായിരുന്ന കൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ബാങ്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ബാങ്ക് ലോൺസ് കൊടുക്കാതിരുന്ന സമയത്തുണ്ടായിരുന്ന സമരം. കുറച്ച് നൊസ്റ്റാൾജിക് ഫീലിംഗ് സംഭവം. കൊടി പിടിച്ചു. എത്ര തവണ കൊടി കാരണം ആ കൊടിയുടെ കമ്പ് കൊണ്ട് തന്നെ തല്ലുകൊണ്ടിട്ടുണ്ട്? ഒരുപാട് തവണ അടി കണ്ടിട്ടുണ്ട്. ശരിക്കും കൊടി പിടിച്ചത് കാരണം 1 ഞാൻ ഒരുപാട് അടി കണ്ടിട്ടുണ്ട്, 2 ഞാൻ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. രണ്ടും മിക്സ് ചെയ്ത് പറയാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഓരോ തവണ തല്ലുകൊള്ളുമ്പോഴും എന്താണ് ആ ഒരു വടക്കം കാറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു വടക്കം കാറ്റ് എനിക്കിതുവരെ കിട്ടിയില്ല. ആ സമയത്തൊക്കെ നല്ല അടിയുടെ രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക്. മീൻസ് ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് കഥകൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സിനിമ ഇല്ലെങ്കിലും എനിക്ക് CCL മതി, CCL ഇല്ലെങ്കിലും എനിക്ക് സിനിമ മതി. സിനിമ തന്നെ മതി ഫസ്റ്റ്. സിനിമ ഇല്ലെങ്കിൽ CCL എടുക്കില്ലല്ലോ. CCL ഇല്ലെങ്കിലും സിനിമ മതി. ചൂസ് 1. വിദ്യാർത്ഥി രാഷ്ട്രീയം, റിയൽ രാഷ്ട്രീയം. വിദ്യാർത്ഥി രാഷ്ട്രീയം. പ്രത്യേകിച്ച് പൊസിഷൻസ് ഒന്നും കിട്ടാൻ താല്പര്യമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖല വിദ്യാർത്ഥി രാഷ്ട്രീയമാണ്. ചൂസ് 1. ഇപ്പോൾ നടക്കുന്നത് പൊളിറ്റിക്സ്, പോളിട്രിക്സ്. ബോത്ത്. ഇപ്പൊ നടക്കുന്നത് രാഷ്ട്രീയം, അരാഷ്ട്രീയം. അരാഷ്ട്രീയം കൂടിക്കൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ജീവിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഓഫ് കോഴ്സ് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് ഫാഷനായിട്ട് കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അത്തരത്തിലുള്ള അരാഷ്ട്രീയവാദം വരുന്നത് കൊണ്ടാണ് കുറെ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്തത് യൂത്തിന് എന്ന് എനിക്ക് തോന്നുന്നു. അരാഷ്ട്രീയവാദം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഇല്ലാതിരിക്കുക, ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഒരു സൊസൈറ്റിയിലേക്ക്. എനിക്ക് പൊളിറ്റിക്സിൽ താല്പര്യം ഇല്ല എന്ന് പറയുന്നതാണോ അരാഷ്ട്രീയവാദം, അതോ രാഷ്ട്രീയം ഇഷ്ടമല്ല എന്ന് പറയുന്നത്? അതാണോ? അതെ. And that's Binish Kodieri with me on Club FM Star Jam. ടൺ കണക്കിന് ഫൺ. ഒരു പൊളിറ്റീഷ്യന്റെ സൺ ആണ്, ഒരു ആക്ടറാണ്, ക്രിക്കറ്ററാണ്. ഹി ഈസ് ബിനീഷ് കോടിയേരി. വെൽക്കം ബാക്ക് ടു മൈ ഷോ. താങ്ക് യു. ഓൾറൈറ്റ്, ഇനി ഞാൻ കുറച്ച് ടെർമിനോളജീസ് പറയാം, ഡിഫൈൻ ചെയ്യണം, ഇതിനൊക്കെ അർത്ഥം പറയുക. ഓക്കെ, മര്യാദ ക്ലാസ്സിലിരുന്നപ്പോഴത്തേക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥി രാഷ്ട്രീയം. ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും. പിന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ സമരം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അടികൊള്ളേണ്ടി വരും. ഇതെല്ലാം ഒരു എല്ലാം കൂടിയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം. 2. സമരം. കോസിന് വേണ്ടി സമരം ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അൺകോസ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അടുത്തത് ഖരാബം. വട്ടം ചേർന്ന് നിന്നിട്ട് ആൾക്കാരെ പോകാൻ സമ്മതിക്കാതെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഓർമ്മയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഒരു മാഡം. ഒരു ഭയങ്കര പ്രശ്നമുള്ളൊരു മാഡം ആയിരുന്നു. ആളുകളെ മനഃപൂർവ്വം കുട്ടികളെ, ചില സമരം ചെയ്യുന്ന കുട്ടികളെയും ചില കുട്ടികളെയൊക്കെ തോൽപ്പിക്കുന്ന രീതി, സെമിസ്റ്റർ സംവിധാനത്തിൽ മാർക്ക് കൊടുക്കാതെ തോൽപ്പിക്കുന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരായിട്ടുള്ളൊരു സമരമായിരുന്നു. ഹർത്താൽ. എല്ലാവർക്കും മര്യാദയ്ക്ക് വീട്ടിലിരിക്കാം, എൻജോയ് ചെയ്യാം, TV കാണാം. ഇപ്പം ഉപരോധം ഈ പറഞ്ഞ പോലെ ഖരാബ് പോലെ തന്നെ ആളുകളെ പോവാൻ സമ്മതിക്കുക എന്നുള്ളതല്ല. ഉപരോധം എന്ന് വെച്ചാൽ ആളുകൾ അകത്തോട്ട് കയറ്റാതിരിക്കുക. ഇപ്പം ഒരു ഖരാബ് എന്ന് പറയുന്നത് നമ്മളൊരാളെ അകത്തിട്ട് പൂട്ടുക. ഉപരോധം എന്ന് വെച്ചാൽ ആളുകളെ അകത്തോട്ട് കയറ്റാതിരിക്കുക. കുറച്ച് പൊളിറ്റിക്കൽ വാക്കുകൾ പറഞ്ഞുതരാമോ? ഇതുപോലത്തെ ഒരു ഇതൊക്കെ തന്നെ ഷാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ ഉപരോധം, ഖരാബോ, വഴിതടയുക. ജലപീരങ്കി കൊണ്ടിട്ടുണ്ടോ? ജലപീരങ്കി കൊണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജലപീരങ്കി കൊണ്ട ഒരു ഫീലിംഗ് പറയാമോ? ജലപീരങ്കിലെ കോമഡി വെച്ചാൽ അടിച്ച് തെറിച്ചു പോകുന്നു. പിന്നെ ഈ ആളുകളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പോലീസുകാർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കളർ വെള്ളം കലക്കി ഇത് വെച്ചിട്ട് അടിക്കും. അപ്പം ആളുകൾ നമ്മൾ ഓടിയാലും സിറ്റിയിൽ എവിടെയെങ്കിലും ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പോലീസ് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്ത് പിടിക്കും. പോലീസ് മന്ത്രിയുടെ മോന് പോലീസിന്റെ അടി കിട്ടിയിട്ടുണ്ടോ? പോലീസ് മന്ത്രി ആവുന്നതിന് മുമ്പാണ് ഈ അടിയെ കിട്ടിയിട്ടുള്ളത്. അടുത്ത സംശയം, സമരം നടക്കുമ്പോൾ ഓടിപ്പോയിട്ടുണ്ടോ? അത് മാത്രമേ ഇപ്പൊ എല്ലാ ആളുകളും ഓർക്കുമ്പോൾ എന്നെ കുറിച്ച് ഓർക്കുള്ളൂ. സമരം നടക്കുമ്പോൾ ഇന്നവരെ ഫുൾ അടിയും ഏറ്റുവാങ്ങിയ ഒരാൾ ഞാൻ ഉണ്ടാവുള്ളൂ. സമരത്തിനകത്ത് ഒരുപാട് അടികൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നവരെ ഓടിയിട്ടില്ല. ഇന്നവരെ ഡിഫൈൻ. പ്രസംഗം. സ്വന്തമായിട്ടുള്ള എന്താണോ ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം, അതിൽ ആ ആളുകളെ ആകർഷരാക്കുക. ബിനീഷ് പ്രസംഗിച്ചിട്ടുണ്ടോ? ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ബിനീഷ് ഇലക്ഷൻ നിന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ഇലക്ഷൻ നിന്നിട്ടില്ല. കിങ് ആയിട്ടില്ല, കിങ് മേക്കർ ആയപ്പോഴേ. അച്ഛൻ കിങ് ആണോ കിങ് മേക്കർ ആണോ? ബോത്ത്. ഏതാ നല്ലത് അച്ഛനില്? എനിക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടി കിങ് തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരന് മെയിൻ ആയിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? A തൊലിക്കെട്ടി, B മനക്കെട്ടി. ഇത് രണ്ടുമല്ല, നന്നായിട്ട് പെരുമാറുക. അച്ഛൻ ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം അതാണ്. So that's Binish Kodieri, son of an ex-minister, with me on Club FM Star Jam. ടൺ കണക്കിന് ഫൺ. Star Jam with RJ Sean. ഒരു ലോ കോളേജ് സ്റ്റുഡന്റ് അടുത്താണ് ഇനി എന്റെ ക്വസ്റ്റ്യൻ. ഹിസ് നെയിം ഇസ് ബിനീഷ് കോടിയേരി. ഇത് ക്ലബ് FM. ഹായ്, ദിസ് ഈസ് ബിനീഷ് കോടിയേരി, സ്റ്റാർ ജാം. പണ്ട് ഏത് ലോ കോളേജിലാണ് പഠിച്ചത്? ലോ അക്കാഡമി ലോ കോളേജ്, ട്രിവാൻഡ്രം. എറണാകുളത്ത് ലോ കോളേജിൽ ഒരു കുട്ടി ഒരു ഭീകര വികൃതി കാണിച്ചു, അറിഞ്ഞോ? അറിഞ്ഞു. അതുപോലത്തെ എന്തൊക്കെ വികൃതികൾ പണ്ട് ബിനീഷ് കോടിയേരി കാണിച്ചിട്ടുണ്ട്? ലോ കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വികൃതികളും ഫൺ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലം ബാക്കിയുള്ള ഏത് കോളേജിനേക്കാളും. ഫണ്ണാണോ? ഇത് ഫണ്ണല്ല. ഞാൻ പറഞ്ഞ ഇതൊരു ഫണ്ണായിട്ട് കൂട്ടാനും പറ്റില്ല. ഞാൻ പറഞ്ഞ ഫണ്ണെന്ന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞാണ്. എന്റെ ലോ കോളേജ് പിടിയൊന്നും അല്ലാണ്ട്
പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ? അതേ ഉള്ളൂ. അങ്ങനില്ല. പ്രണയം ഈ കോളേജ് പഠിക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും പ്രണയം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒന്നൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല, അങ്ങനെയില്ല, ഒന്നേ ഇല്ലായിരുന്നു. ഇതിന്റെ പ്രശ്നമൊക്കെ നമ്മൾ ഈ സമരത്തിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ ശരിക്കും ഞാൻ പ്രീ ഡിഗ്രി സമയത്തുള്ളതിൽ എനിക്ക് വളരെ വിരലുള്ളാവുന്ന ഒരു ഗേൾസ് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോക്കലിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പെൺകുട്ടികളായിരിക്കും എനിക്ക് സംസാരിക്കാൻ തുടങ്ങിയത്. പൊളിറ്റീഷ്യന്റെ പുത്രനായത് സ്വന്തം ജീവിതത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട്. ഒരു ഗുണം പറയാം. ചില ആളുകൾ നമുക്ക് തരുന്ന സ്നേഹത്തിന്റെ ഒരു വലിയ പങ്ക് ചിലപ്പം അച്ഛന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും. ദോഷം ഇതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നോട്ടീസ് ചെയ്യപ്പെടാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ക്രൗഡിൽ മാറി നിൽക്കുമ്പോൾ നോട്ടീസ് ചെയ്യപ്പെടുന്നു. എന്തൊക്കെ തല്ലുകൊള്ളിത്തരം കാണിച്ചിട്ടുണ്ട് ലോ കോളേജ് പഠിക്കുന്നത്? തല്ലുകൊള്ളിത്തരമേ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനെതിരായിട്ടുള്ള നാടകം, സ്കിറ്റ് അവതരിപ്പിക്കുക. നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വേറെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു പ്രഷറൈസും നമുക്ക് വരില്ല. അങ്ങനെ പ്രഷർ ചെയ്താൽ കോളേജ് നമ്മൾ പൂട്ടിക്കും. കോളേജ് ഞാൻ പൂട്ടിക്കും. ഇങ്ങനെ ഒരു മൊട ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ? ഇല്ല, നമ്മുടെ സുഹൃത്ത് കളിച്ച കോളേജ് ഞാൻ പൂട്ടിക്കും. അങ്ങനത്തെ ഒരു മുട ഞാൻ കാണിച്ചിട്ടേ ഇല്ല ഇന്ന് വരെ. അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കാൻ വേണ്ടി ഞാൻ ആൾക്കാരുടെ അടുത്ത് മോശമായിട്ട് ഞാൻ പെരുമാറിയെന്ന് ആരും പറയില്ല. പ്രശ്നം വരുമ്പോൾ ഒരിക്കലും അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പിറകോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ആ പ്രശ്നം കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് മാറിയിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നമുള്ള സമയത്ത് ഇപ്പോൾ സാറന്മാരായിട്ടും അല്ലെങ്കിൽ പ്രിൻസിപ്പളായിട്ടൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും. ഒരു ദിവസം കഴിഞ്ഞാൽ അപ്പം തന്നെ ആ സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് ആ കാര്യങ്ങൾ അന്ന് സംഭവിച്ചു പോയാണ്, ഇന്ന് എന്താണ് വിഷയം എന്ന് പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. And that's Binish Kodiyeri with me on Club FM Star Jam. 10 കണക്കിന് ഫൺ. ഹായ്, ഞാൻ നിങ്ങളുടെ ബിനീഷ് കോടിയേരി. ഇന്നത്തെ സ്റ്റാർ ജാമിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞാനും ഷാനും കൂടിയാണ്. Star Jam with RJ Sean. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നീ നിന്റെ അച്ഛനെ വിളിച്ചിട്ട് വാ എന്ന് പറയും. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ വിളിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ഫേമസ് പൊളിറ്റീഷ്യൻ ആണ്, അച്ഛനെ വിളിച്ചുകൊണ്ടിരാണ്ട് ഇനി ക്ലാസ്സിൽ കേട്ടില്ല എന്ന് പറഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മളടുത്ത് അങ്ങനെ ദൈവം സഹായിച്ചൊന്ന് പറയണേ എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ പക്ഷെ അച്ഛൻ വരെ വന്നിട്ടില്ല, അമ്മ മാത്രമേ വരുള്ളൂ. എവിടെയൊക്കെ അടി കിട്ടിയിട്ടുണ്ട് ബിനീഷിന്? ചെറുതായിരുന്നു, കുറച്ചുകൂടി തടി ഉണ്ടായിരുന്നു. അപ്പൊ അടിക്കുന്ന അടിയൊന്നും പോലീസുകാർക്ക് ഒരു നേരം മിസ്സാവേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ് അടി കിട്ടിയിട്ടുണ്ട്. പോലീസിന്റെ അടിയാണോ പിന്നെ അതോ എതിർ? എനിക്ക് പോലീസുകാരുടെ അടിയെ കിട്ടിയിട്ടുണ്ടോ? പോലീസിന് അടി കിട്ടുന്നതിൽ അഭിമാനം തോന്നുന്നുണ്ടോ? നമ്മളൊരു കോഴ്സിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ നമുക്കൊരു അടി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ മോശമായിട്ട് ഞാൻ കാണുന്നില്ല. ലാത്തിക്ക് കിട്ടുന്നതാണോ കൈകൊണ്ട് കിട്ടുന്നതാണോ? ഏതാ നല്ലത്? ലാത്തി കിട്ടുന്ന നല്ല അടി. പണ്ട് ഫേസ്ബുക്ക് ആക്റ്റീവ് അല്ല, പണ്ട് ന്യൂസ് ചാനൽസ് ഇത്ര ആക്റ്റീവ് അല്ല. ക്യാമറ പിടിച്ച് അടി കൊള്ളുമ്പോൾ പുറകെ വന്ന് അടിച്ച പോലീസുകാരനെ കാണിച്ചു തരില്ല. പക്ഷെ നിങ്ങൾ നോട്ടിടോ, ഇവനാണ് എന്നെ തല്ലിയത്, ഇവന് ഞാൻ പണി കൊടുക്കും. സത്യം പറയണം. ചില പോലീസുകാരൊക്കെ അടിച്ചേ മതിയാവുള്ളൂ, അടിച്ചിട്ടേ ഞാനിന്ന് വീട്ടിൽ പോവുള്ളൂ, പിള്ളേരെ ഞാൻ അടിച്ചിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് പറയുന്ന കുറെ പോലീസുകാരുണ്ട്. പോലീസുകാരുടെ തന്നെ പേര് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കണം. അച്ഛൻ ഹോം മിനിസ്റ്റർ ആയപ്പോൾ ഈ കാര്യം പറഞ്ഞു കൊടുത്തോ, ഇങ്ങനത്തെ പോലീസുകാരെ വെക്കരുത്? ഇല്ല, ഇപ്പം അങ്ങനെ കണ്ടിട്ടുള്ള ഒരുപാട് പോലീസ് ഓഫീസറിനെ ഒരാളെ പോലും ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. അന്ന് വേണമെങ്കിൽ നമ്മൾ ഭരണമുള്ള സമയത്ത് വേണമെങ്കിൽ ആ പോലീസുകാർക്കും നോട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എന്നെ അടിച്ചുകൊണ്ട് മാത്രമല്ല ഉപദ്രവിച്ച പോലീസുകാരൊക്കെ നമുക്കറിയാം. പക്ഷേ ഞാനായിട്ട് ഒരു പോലീസുകാരെയും ആ 5 വർഷവും ഉപദ്രവിക്കുക എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കില്ല ഇന്നവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആൻഡ് വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, ബിനീഷിനെ പോലീസ് തല്ലിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പോലീസിനെ ബിനീഷ് തല്ലിയിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ട്. എപ്പോ? സമരം നടക്കുന്ന സമയത്ത്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിക്കുന്ന സമയത്ത്, തിരിച്ചടിക്കുന്ന സമയത്ത്, അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു സമരത്തിന്റെ ഭാഗമാണ്. അല്ലാണ്ട് ആ പോലീസുകാരൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണൽ വിരോധം ഉള്ളതുകൊണ്ടല്ല ഞാൻ ആ പോലീസുകാരൻ്റെ അടുത്ത്, അതൊരു സമരത്തിന്റെ ഭാഗമായിട്ടായി പോകുന്നതാണ്. യങ് സൺ ഓഫ് ആൻ ഓൾഡ് മെച്ചുവർഡ് പൊളിറ്റീഷ്യൻ, ഹിസ് നെയിം ഇസ് ബിനീഷ് കോടിയേരി. ടൺ കണക്കിന് ഫൺ.